ടൈലറിംഗ് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതാണ് സ്റ്റീം അയൺ ബോക്സ്. പല ടൈലേഴ്സിന്റെയും ഒരു ഡ്രീം തന്നെയാണിത്. എന്റെയും ഒരു ഡ്രീം ആയിരുന്നു. ഞാനിപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അയൺ ബോക്സ് വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിന്റെ പേര് ടെഫ്ലോൺ ഷീറ്റ് എന്നാണ്. നമ്മുടെ അയൺ ബോക്സ് ഹീറ്റ് ആയിരിക്കുമല്ലോ, അപ്പൊ നമ്മൾ ഇതിന്റെ പുറത്തോട്ടാണ് വെക്കുന്നത്. നമ്മൾ അയൺ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെക്കുമല്ലോ. പിന്നെ ഇതാണ് അതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് നമ്മുടെ ഒരു കവറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അയൺ ബോക്സ് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് ഫിനിഷ് ആയിട്ട് അയൺ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതൊരു നോബാണ്. നമ്മൾ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് സ്റ്റീം വരുന്നത്. നല്ലപോലെ സ്റ്റീം വരും കേട്ടോ. ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാലും നല്ല അടിപൊളിയാണ്. ഇപ്പം ഞാൻ ഇത്രയും ചുളുങ്ങിയിരിക്കുന്ന ഒരു തുണിയിൽ ദേ ഒന്ന് അയൺ ചെയ്ത് കാണിക്കാം. നമ്മൾ ഒറ്റ ഒരു അയണിങ്ങിൽ തന്നെ അതിന്റെ ഫുൾ കംപ്ലീറ്റ് ചുളിവും മാറിയിട്ടുണ്ട്. അതാണ് അയൺ ബോക്സിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതുപോലുള്ള തുണികളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും തയ്ക്കാൻ കിട്ടുന്നത്, സെമി സിൽക്ക് പോലത്തെ. ഇതിന്റെയൊക്കെ ഒന്ന് ചുളിവൊക്കെ ഒന്ന് തയ്ച്ചു കഴിയുമ്പോൾ മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഈ ഒരു അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അത് പോലെ ആക്കി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? പിന്നെ ടൈലേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതുപോലത്തെ ജോർജറ്റ് ഫാബ്രിക്, ഫെൻഡി ജോർജറ്റ് ഫാബ്രിക്കുകൾ ഇതുപോലെ ഗ്യാദേഴ്സ് ഇടുന്ന ഒരു ചടങ്ങ്. ഇത് നമ്മൾ ഈ ഒരു അയൺ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാദേഴ്സ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ അയൺ ബോക്സിൽ തേക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതുപോലുള്ള കട്ടി കുറഞ്ഞ തുണികളൊക്കെ ഉണ്ടല്ലോ, സാധാരണ അയൺ ബോക്സ് വെച്ച് നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമുക്കൊരു പേടി വരും, ഉരുക്കി പിടിച്ചാലോ. പക്ഷെ ഇതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ അയൺ ബോക്സ് എത്ര കട്ടി കുറഞ്ഞ ഫാബ്രിക്കിൽ നല്ല ഹീറ്റോടെ നമ്മൾ അയൺ ചെയ്താലും ഒരു കുഴപ്പമില്ല. പിന്നെ അതിന്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് ഈ ഒരു വാട്ടർ ക്യാൻ. ഇതിൽ നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്ക് ആ മിനിമം വാട്ടർ ലെവൽ എന്ന് എഴുതിയിരിക്കുന്ന അവിടം വരെയെങ്കിലും ഉണ്ടാവണം കേട്ടോ. പിന്നെ നമ്മൾ അയൺ ബോക്സ് വെക്കുന്നതിന്റെ അവിടെ തന്നെ എവിടെയെങ്കിലും ഇതൊന്ന് ഹാങ് ചെയ്തിടണം. പിന്നെ ഇതിലുള്ള ഈ ട്യൂബ് വഴിയാണ് ഈ ക്യാനിൽ നിന്ന് അയൺ ബോക്സിലേക്ക് വെള്ളം എത്തുന്നത്. പിന്നെ നമുക്ക് വെള്ളം എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ ബ്ലോക്ക് ഒക്കെ മാറുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ അയൺ ബോക്സിലുള്ള പോലെ തന്നെ നമുക്ക് 1, 2, 3, 4, 5 വരെയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിന്റെ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ നമ്മൾ അവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് അതിലേക്ക് സ്റ്റീം വരുന്നത്. പിന്നെ സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അയൺ ബോക്സ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഫിറ്റ്വെൽ മാർക്കറ്റിംഗിൽ നിന്നാണ്. എറണാകുളത്ത് പെരുമ്പാവൂരാണ് അവരുടെ ഷോപ്പ് വരുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഈ വീഡിയോക്കൊപ്പം കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളും. നമ്മൾ ടൈലേഴ്സിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോക്കൊപ്പം ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ അവർ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.